റീജിയണൽ ഓഫീസിൻ്റെ പരിധിയിൽ 50ഓളം RPSകളുണ്ട്. ആ 50ഓളം RPSകളെ പ്രസിഡന്റുമാരുടെയും കർഷക പ്രതിനിധികളുടെയും ഒരു യോഗമാണ് അടുത്ത ശനിയാഴ്ച 7 മണിക്ക് 7-ാം തീയതി 10 മണിക്ക് മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ പോകുന്നത്. കഴിഞ്ഞ മാസത്തിൽ ഞങ്ങൾ നിലമ്പൂരിൽ വെച്ചൊരു യോഗം നടത്തി. അതിനുശേഷം റബ്ബറിന് വിലയില്ലെങ്കിൽ റബ്ബറില്ല എന്നുള്ള മുദ്രാവാക്യമാണ് ഞങ്ങൾ തുടങ്ങിയത്. റബ്ബർ കൂലിച്ചെലവ് തയ്ച്ച് കിട്ടാത്ത അവസ്ഥയിൽ റബ്ബർ വിൽക്കണ്ട, പരമാവധി കഴിയുന്നത്ര കർഷകർ റബ്ബർ വിൽക്കാതെ പിടിച്ചു നിർത്തണം എന്നാണ് പറഞ്ഞത്. അതിന് ചെറിയൊരു ചലനം ഉണ്ടായി. അന്ന് 180 താഴെയായിരുന്നു വില ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 200 രൂപയിലെത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ 245 രൂപ എത്തിയ റബ്ബർ വിലയാണ്. അത് ടയർ കമ്പനികൾ 6-7 ടയർ കമ്പനികൾ മനഃപൂർവ്വം മാർക്കറ്റിൽ നിന്ന് മാറി നിന്നത് കാരണമാണ് റബ്ബറിൻ്റെ വില ഇത്രയധികം താഴ്ന്നു പോയത്. അവർ 210+ ടാക്സ് കൊടുത്തിട്ട് വിദേശത്ത് നിന്ന് കണ്ടമാനം ഇറക്കുമതി ചെയ്ത് അവരുടെ സംഭരണശാലകളൊക്കെ നിറച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ ആ നഷ്ടം നികത്താൻ വേണ്ടി ഇവിടുന്ന് കർഷകരുടെ നിന്ന് ഏറ്റവും കുറഞ്ഞ വിലക്ക് റബ്ബർ സംഭരിക്കണം എന്നുള്ള നിലക്കാണ് അവർ മാറി നിന്നത്. അത് കാരണം റബ്ബറിൻ്റെ വില കൂപ്പുകുത്തി 180 രൂപയിലും താഴെ വന്നു. അപ്പോൾ അതുകൊണ്ട് റബ്ബറിൻ്റെ വില 200 രൂപ എത്തുക ഒന്നുണ്ടായിരുന്നു. പക്ഷെ അതുപോലെ 250 രൂപ എത്തിയാലേ റബ്ബർ കർഷകന് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. പ്രകടന പത്രികയിൽ സർക്കാർ ഇരു മുന്നണികളും 250 ആക്കും എന്ന് പറഞ്ഞിരുന്ന വില അത് ഭരണത്തിലേറിയതോടുകൂടി അത് മറന്നുപോയി. അത് ആ വാഗ്ദാനം ചെയ്ത ഏടുകളിൽ മാത്രമാണുള്ളത്. അതുകൊണ്ട് 250 രൂപ ഞങ്ങൾക്ക് തറവില നിശ്ചയിക്കും വേണം, ആ വില കിട്ടും വേണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അതിന് റബ്ബർ കൂലിച്ചെലവ് തയ്ച്ചു കിട്ടാത്ത അവസ്ഥയിൽ റബ്ബർ വിൽക്കണ്ട എന്നുള്ളതാണ്. അപ്പോൾ അത് കർഷകരെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. റബ്ബർ ഉൽപാദക സംഘടനകളുടെ കൂട്ടായ്മയായ NCRPSന്റെ മണ്ണാർക്കാട് റീജിയൻ ഡയറക്ടർ ബോർഡ് എടുത്ത തീരുമാനപ്രകാരം ഈ മാസം 7-ാം തീയതി മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ 10 മണിക്ക് 50ഓളം വരുന്ന RPSകളുടെയും അവരുടെ പ്രതിനിധികളുടെയും ആ ഭാഗങ്ങളിലുള്ള റബ്ബർ കർഷകരുടെയും ഒരു യോഗമാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ആ യോഗത്തിലേക്ക് പരമാവധി ആളുകൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം അവർക്കൊരു കൂട്ടായ്മയില്ല എന്നുള്ളതാണ്. അപ്പം ഈ ഉൽപാദക സംഘടനയുടെ കൂട്ടായ്മയിൽ അവർ വന്ന് കേരളത്തിലെ മുഴുവൻ റബ്ബർ കർഷകരുടെയും പ്രതിനിധികൾ, സംഘടനയുടെ ഭാരവാഹികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം റബ്ബർ വിലയില്ലെങ്കിൽ റബ്ബറില്ല എന്നാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. റബ്ബറിന് ഒരു 250 രൂപയെങ്കിലും വില കിട്ടിയെങ്കിൽ മാത്രമേ കൂലിച്ചെലവും മറ്റ് അനുബന്ധ ചെലവുകളും കഴിച്ച് നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇരു മുന്നണികളും ചെയ്ത വാഗ്ദാനം ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല. അവർ 250 രൂപ ആക്കുമെന്ന് പറഞ്ഞു. 3 വർഷം കഴിഞ്ഞിട്ടും ഗവൺമെന്റ് അതിനൊരു ചലനം സൃഷ്ടിച്ചിട്ടില്ല. 180 രൂപയാണ് ഇപ്പോൾ സ്ഥിരത ഫണ്ട് വെച്ചിരിക്കുന്നത്. 180-ൽ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബില്ലുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ ഗവൺമെന്റ് തരുന്ന ഒരു സ്കീം മാണിസാറ് കൊണ്ടുവന്ന് ഫലപ്രാപ്തിയിൽ എത്തിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് 9 കൊല്ലവും നമുക്ക് നല്ല രീതിയിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ബില്ലുകൾ കിട്ടിയതുകൊണ്ട് മാത്രം ഈ ഒരു കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇവിടെ ഓരോ ദിവസവും കൂലിച്ചെലവും മറ്റ് റബ്ബറിന് വേണ്ടുന്ന വളം, അനുബന്ധ സാമഗ്രികളുടെ വില കുത്തനെ കുതിച്ചുയർന്നിരിക്കുകയാണ്. ഇതിൽ നിന്ന് കരകയറുന്നതിന് എല്ലാവരും ഒരു സഹകരണം ഗവൺമെന്റ് തലത്തിലും ഇവിടെ ബോർഡും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന സർക്കാരും കമ്പനികളും ഒരു പരിധിയിൽ മുന്നോട്ട് പോവുകയാണ്. കർഷകരെ അവർ കണ്ടതായിട്ട് പോലും ഭാവിക്കുന്നില്ല. അതിനൊരു അറുതി വരുത്താൻ വേണ്ടിയാണ് ഈ സമരപ്രഖ്യാപനം ഞങ്ങൾ നടത്തിയിരിക്കുന്നത്. അതിന് കഴിയുന്ന ആളുകൾ, കഴിയുന്ന കർഷകർ, റബ്ബർ കർഷകർ എത്തി അത് പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു. കുറേ പേരുകൾ സഹകരിക്കും. RPSകളുമായിട്ട് ബന്ധപ്പെട്ട കർഷകർ ഒരുപാട് പേരുണ്ട്. ഓരോ RPSയിലും 500 മുതൽ 1000 വരെ കർഷകരുണ്ട്. 50ഓളം RPSകൾ നമ്മുടെ മണ്ണാർക്കാട് റീജിയൻ റബ്ബർ ബോർഡ് റീജിയൻ ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ ആക്റ്റീവായിട്ടുള്ള RPSകളാണ് പലതും. അവരുടെ ഇതിൽ തന്നെ റബ്ബർ പാൽ കളക്ട് ചെയ്ത് അവരുടെ സംഭരണശാലകളിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഷീറ്റ് 4 ഷീറ്റായിട്ടും 1 ഷീറ്റായിട്ടും ഒക്കെ. അങ്ങനെ 10-12 RPSകളുണ്ട് ഇവിടെ മണ്ണാർക്കാട്. പാലക്കാട് 10-12 അവിടെയുമുണ്ട്. ബാക്കിയുള്ള RPSകൾ ജനങ്ങളുടെ, കർഷകരുടെ മുഴുവൻ കാര്യങ്ങളിലും ഇടപെട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഇരിക്കുന്ന എല്ലാവരും ഓരോ RPSന്റെ പ്രസിഡന്റുമാരാണ്.
ഡയറക്ടർമാരാണ്. ഇദ്ദേഹം ഞങ്ങളുടെ NCRPSന്റെ മണ്ണാർക്കാട് റീജിയന്റെ പ്രസിഡന്റാണ്. ശ്രീ സീറ്റ മുഹമ്മദ് കടത്തനാട്ടുകര RPSന്റെ പ്രസിഡന്റാണ്. കർഷകരെ മുഴുവനും ദ്രോഹിക്കുന്നത് 6-7 ടയർ കമ്പനികളാണ്. അവർ വിചാരിച്ചാൽ മാത്രമേ റബ്ബറിന് വില കൂടുള്ളൂ. അവർ മാർക്കറ്റിൽ മാറിയെന്നാൽ റബ്ബറിന് വിലയില്ല. അതപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മനഃപൂർവ്വം ഇവർ മാർക്കറ്റിൽ മാറിയെന്ന് ഈ ലക്ഷക്കണക്കിന് വരുന്ന കർഷകരെ ദ്രോഹിക്കുകയാണ്. അതപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ്, ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു മുദ്രാവാക്യമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്.